ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ, നയംമാറ്റത്തിന്, ആ, കേസന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാൻ, ആ, കോൺട്രാക്റ്റുകൾ കിട്ടാൻ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടാണ് എങ്കിൽ, ആ, ഒരു പത്മഭൂഷൺ അവാർഡ് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ പുരസ്കാരം ലഭിക്കണമെങ്കിൽ BJP സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അനുഗ്രഹം കൊടുത്തൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള നിലയുണ്ട് എന്നുള്ളതാണ് ഏതായാലും ആദ്യഘട്ടത്തിലെ ഈ ഗോപി ആശാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ചിക്കട്ടി കുഞ്ഞുകണ്ണൻ, താങ്കളുടെ ടേക്ക് എന്താണ്? BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നമുക്കെല്ലാവർക്കും അറിയാം. അവർ ഒരു ഭാഗത്ത് പണമെറിയും, മറുഭാഗത്ത് പ്രശസ്തിയൊക്കെ ആഗ്രഹിക്കുന്ന വളരെ സർക്കാത്മകതയുള്ള കലാകാരന്മാർ പല കാരണങ്ങളാൽ അവഗണിക്കപ്പെടുന്നുണ്ടാകാം. അവർക്ക് പുരസ്കാരങ്ങൾ വാഗ്ദാനം ചെയ്യും. അതിനെല്ലാം അപ്പുറത്തെന്താണ്? വർഗീയത പടർത്തും. പ്രധാനമായിട്ട് പണം, അതുണ്ടാക്കുന്ന പ്രലോഭനങ്ങൾ, പുരസ്കാരങ്ങൾ, അതേപോലെ തന്നെ രാജ്യമെമ്പാടും വർഗീയത പടർത്തി ഭൂരിപക്ഷ ധ്രുവീകരണം. ഇതാണ് BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ സവിശേഷമായ ഒരു സോഷ്യൽ ഫാബ്രിക്കിനകത്ത് അവർക്ക് ആ രീതിയിൽ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഭൂരിപക്ഷ മതവിശ്വാസികളായ ആളുകളെല്ലാം ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും മറ്റു മതനിരപേക്ഷ പാർട്ടികളിലൊക്കെ സജീവമാണ്. അതുകൊണ്ട് എന്താണ്, സുരേഷ് ബേബിക്ക് ഇവിടെ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ദേശീയ തലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് എത്രയോ മുമ്പ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രവർത്തനം തുടങ്ങിയ ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഈ രീതിയിലുള്ള ലോബിയിങ് നടത്തിയിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJPയുടെ ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് അങ്ങേയറ്റ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ഇപ്പോൾ വളരെ മാനവികതയും അതേപോലെ തന്നെ സർഗാത്മകതയും ഒക്കെയുള്ള ഒരു കലാകാരനാണ് ഗോപി ആശാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെപ്പോലുള്ള ഒരാളുടെ ആത്മാഭിമാനത്തെപ്പോലും മുറിപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹത്തെപ്പോലുള്ള ഒരു വ്യക്തിയെ, ഒരു ഇടതലക്കാരനെ വെച്ച് സംസാരിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി സുരേഷ് ഗോപിയുടെ പാർട്ടിയാണ്. ഇവിടെ BJPയെ പ്രതിനിധീകരിക്കുന്ന ഉല്ലാസ് ബാബുവിൻ്റെ പാർട്ടിയാണ്. കാരണം രാജ്യമെമ്പാടും അവർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ എഴുത്തുകാരെയും കലാകാരന്മാരെയും ഒക്കെ തന്നെ ശാരീരികമായി ഇല്ലാതാക്കാനും ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ഹിന്ദു രാഷ്ട്ര ദൾ, ഹിന്ദു സംസ്ഥാൻ തുടങ്ങിയിട്ടുള്ള നിരവധി സംഘടനകൾ, ഭീകരവാദ സംഘങ്ങൾ ഇതിനായിട്ട് അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നരേന്ദ്ര ദാൽബോക്കർ മുതലുള്ള എത്രയോ ബുദ്ധിജീവികളുടെ, എത്രയോ എഴുത്തുകാരുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദത്തിൻ്റെ വസ്തുതാപരമായ വിശദാംശങ്ങളിലേക്ക് പോയി അതിനെ ഒരു അപനിർമ്മിക്കുന്ന ഒരു ചർച്ച നമ്മൾ നടത്തിയാൽ നമ്മൾ എവിടെ എത്തുകയില്ല. BJPയുടെ ഒരു പൊളിറ്റിക്സ്. പക്ഷേ സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ, സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അനുഭവ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്ന നിലക്ക് ഇഷ്ടം പോലെ അദ്ദേഹത്തിന് സ്വന്തം പണമുണ്ട്. BJP ഇലക്ട്രൽ ബോണ്ടിലൂടെയും അല്ലാതെയൊക്കെ സമാഹരിച്ച കോടിക്കണക്കിന് പണം ഒഴുക്കുകയാണ്. ആ പണമൊഴുക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. എന്തു തട്ടിപ്പും നടത്തും. ഇപ്പോൾ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പ് കൊണ്ടുണ്ടാക്കിയ കിരീടം സമ്മാനിച്ച ഒരു വിദ്വാനാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. മലയാളികൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരാളെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട്, ഒരു പൊതുപ്രവർത്തകനായിട്ട് അംഗീകരിക്കുക? എന്നിട്ടല്ലേ ജനപ്രതിനിധിയാക്കുന്നത്, എന്നിട്ടല്ലേ MP ആക്കുന്നത്? അപ്പോൾ ഒരു ഉളുപ്പുമില്ലാത്ത BJPക്ക് പറ്റിയ ഒരു കഥാപാത്രമാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത് ദേശീയ തലത്തിൽ BJP സ്വീകരിച്ചു വരുന്ന പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. ഇപ്പോൾ ചരൺ സിംഗിൻ്റെ പേരക്കുട്ടി നമ്മുടെ ജയകാന്ത് ചൗധരി, പശ്ചിമ UP പ്രദേശത്ത് നല്ല സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് RLD. അദ്ദേഹത്തെ വിലക്കെടുക്കാൻ വളരെ സമർത്ഥമായി എന്താണ് ചെയ്തത്? മരണാനന്തരം ഭാരതരത്നം കൊടുത്തു ചരൺ സിംഗിന്. ബീഹാറിലെ നമ്മളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ, എന്തുകൊണ്ടാണ് കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തരം ഭാരതരത്നം കൊടുത്തത്? ഇതൊക്കെ പുരസ്കാരങ്ങളൊക്കെ BJPക്ക് തങ്ങൾക്ക് അനുകൂലമായി ആളുകളെ പിടിക്കാനുള്ള, രാഷ്ട്രീയ കക്ഷികളെ വിലക്കെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറുകയാണ്. പുരസ്കാരങ്ങളുടെയൊക്കെ യഥാർത്ഥമായ അതിൻ്റെ ആദരണീയത, അതിൻ്റെ ബഹുമാന്യത തകർക്കുന്ന എല്ലാത്തിനെയും എന്താണ് തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ശുദ്ധ പ്രയോജനവാദത്തിൻ്റെ ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. Debate with MV Nikesh Kumar.